السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد വുളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നമ്മെ ശുദ്ധിയാക്കാൻ വുളൂ എന്ന ഇബാദത്തിന് കഴിയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ, മുസഹഫ് തൊടാൻ ഉദ്ദേശിക്കുമ്പോൾ, പള്ളിയിൽ കയറാൻ ഉദ്ദേശിക്കുമ്പോൾ, അതുപോലെ തന്നെ സിയാറത്തിന് വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ, എന്ന് വെക്കേണ്ട എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുവോ, ഹദീസ് വായിക്കാൻ ഉദ്ദേശിക്കുന്നു, ശർഈയായ ഇൽമു പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, കിടന്നുറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, ഇങ്ങനെ യാത്ര ഉദ്ദേശിക്കുന്നു, തുടങ്ങിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ സമയത്തൊക്കെ വുളൂ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എപ്പോഴും വുളൂ ഉള്ളവനായിരിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ നാം വുളൂ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് വുളൂ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് മിസ്വാക്കോടുകൂടെ ആയിരിക്കണം നാം വുളൂ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും വുളൂവിൻ്റെ ഇടയിൽ ഒരാളോട് സംസാരിക്കാൻ പാടില്ല. മുൻകൈ കഴുകുമ്പോൾ തന്നെ വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടെ കഴുകുമ്പോഴാണ് ആ സുന്നത്തുകൾ നമുക്ക് കരസ്ഥമാകുന്നത്. അതുപോലെ തന്നെ വലത് കൈ കഴുകുക, പിന്നീട് ഇടത് കൈ കഴുകുക, ഇങ്ങനെ വലത്തേതിനെ മുന്തിക്കേണ്ട സ്ഥലത്തെല്ലാം വലത്തേതിനെ മുന്തിച്ചുകൊണ്ട്, കയറ്റി കഴുകേണ്ട സ്ഥലങ്ങളിലെല്ലാം കയറ്റി കഴുകിക്കൊണ്ട്, അഥവാ കൈ കഴുകുമ്പോൾ മുട്ട് ഉൾപ്പെടെ അത് മുട്ടിൻ്റെ അല്പം മുകളിലേക്ക് കയറ്റി കഴുകുക. അതുപോലെ തന്നെ കാലുകൾ കഴുകുമ്പോഴും അല്പം കയറ്റി കഴുകുക. ഇങ്ങനെ തല മുഴുവനായി തടവുക, ചെവി ഉള്ളും പുറവും തടവുക. ഇങ്ങനെ വുളൂഇന് ശേഷം ഉള്ള പ്രാർത്ഥന ഇത് നടത്തുക. ഇങ്ങനെയൊക്കെ കൃത്യമായി അതിൻ്റെ സുന്നത്തുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വുളൂ ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ വുളൂ ഉണ്ടാക്കി തീരലോടുകൂടെ അയാളെ പാപങ്ങളെല്ലാം അത് കാരണം പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ തവല്ല അബ്ദുൽ മുസ്ലിമു അവൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മുസ്ലിമായ വിശ്വാസി വുളൂ ഉണ്ടാക്കി, ഫഗസല വജ്ഹഹു, അങ്ങനെ അദ്ദേഹം മുഖം കഴുകിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖറജത് മിൻ വജ്ഹിഹി കുല്ലു ഖതിയത്തിൻ നളറത ഇലൈഹാ ബിഐനൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട എല്ലാ പാപങ്ങളും ആ വുളൂ ഉണ്ടാക്കലോടുകൂടെ അതിൽ നിന്ന് ഉറ്റിവീഴുന്ന വെള്ളത്തോടുകൂടെ, അതല്ലെങ്കിൽ അവസാനത്തെ തുള്ളി വെള്ളം മുഖത്ത് ഉറ്റിവീഴലോടുകൂടെ അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ അദ്ദേഹം രണ്ട് കൈ കഴുകിയാൽ ആ രണ്ട് കൈ കൊണ്ട് തൊട്ട, ആ കൈ കൊണ്ട് സ്പർശിച്ച, കൈ കൊണ്ട് ചെയ്ത എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൈ കൈകളോടുകൂടെ അതിൽ നിന്ന് ഉറ്റിവീഴുന്ന വെള്ളത്തോടൊപ്പം അതിൻ്റെ അവസാന തുള്ളിയോടുകൂടെ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് കാല് കഴുകിയാൽ കാലുകൊണ്ട് നടന്നുപോയ, കാലുകൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ വുളൂഇൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് വുളൂ തീരലോടുകൂടെ അദ്ദേഹം പൂർണ്ണമായും തെറ്റുകളിൽ നിന്നെല്ലാം മുക്തനായ രീതിയിൽ അദ്ദേഹത്തെ മാറ്റപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വുളൂ ഉണ്ടാക്കുമ്പോൾ ഈ മഹത്വങ്ങളെല്ലാം എനിക്ക് ലഭിക്കണം, അല്ലാഹുവിനെ കാണാൻ വേണ്ടി, അല്ലാഹുവിനെ കേൾക്കാൻ വേണ്ടി, സ്വർഗ്ഗത്തിൽ നാളെ സ്വർഗീയ കിരീടമണിയാൻ വേണ്ടി, സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങി ധാരാളം ഹിക്മത്തുകൾ വുളൂഇൻ്റെ പിന്നിൽ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഇഖ്ലാസോടുകൂടെ വുളൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.